നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റെഗുലർ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത്. ഓൾറെഡി നമ്മൾ ലെക്സിക്കൽ അനലൈസർ എന്താണെന്ന് പഠിച്ച്. ലെക്സിക്കൽ അനലൈസർ ഹാൻഡിൽ ചെയ്യുന്ന ലാംഗ്വേജിൻ്റെ ഒരു ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്ട്രിങ്സിനെയോ അല്ലെങ്കിൽ ടോക്കൺസിനെയോ മാത്രമേ ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ സ്കാൻ ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റുന്നുള്ളൂ. ഇനി ഫൈനൈറ്റ് ലാംഗ്വേജിനെ എക്സ്പ്രസ് ചെയ്യാൻ കാപ്പബിൾ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് റെഗുലർ എക്സ്പ്രഷൻസ് പറയുന്നത്. റെഗുലർ എക്സ്പ്രഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഗ്രാമറിനെയാണ് നമ്മൾ റെഗുലർ ഗ്രാമർ എന്ന് പറയുന്നത്. അതേപോലെ റെഗുലർ ഗ്രാമർ വെച്ചിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള ലാംഗ്വേജിനെയാണ് നമ്മൾ റെഗുലർ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇനി റെഗുലർ എക്സ്പ്രഷൻസ് കുറച്ച് റൂൾസിന് അല്ലെങ്കിൽ ആൾജിബ്രിക് ലോസ് ഒബേ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ കുറച്ച് ഓപ്പറേഷൻസ് ആണ്. യൂണിയൻ ഓപ്പറേഷനാണ് ആദ്യം പറയുന്നത്. യൂണിയൻ എന്ന് പറയുന്നത് യു വെച്ചിട്ടാണ്, ക്യാപിറ്റൽ യു വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എൽ എം എന്ന് പറഞ്ഞ് രണ്ട് ലാംഗ്വേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൽ യൂണിയൻ എമ്മിലെ ഒരു എലമെൻ്റ് ആയിരിക്കും എസ്. എസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എല്ലിലോ അല്ലെങ്കിൽ എമ്മിലോ ഉണ്ടായാൽ മതി. അത് ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എൽ യൂണിയൻ എമ്മിലും ആ ഒരു സ്ട്രിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ടോക്കൺ അതിലും ഉണ്ടാവും. ഇനി കോൺകാറ്റിനേഷൻ എന്ന് പറയുന്നത് എൽ എം എന്ന് പറയുന്നത് രണ്ട് ലാംഗ്വേജ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എസ് എന്ന് പറയുന്ന സ്ട്രിങ് എൽ എന്ന് പറയുന്ന ലാംഗ്വേജിലുണ്ട്, അതേപോലെ ടി എന്ന് പറയുന്ന സ്ട്രിങ് എം എന്ന് പറയുന്ന ലാംഗ്വേജിലുണ്ടെന്നുണ്ടെങ്കിൽ എൽ എം, അതായത് എൽ കോൺകാറ്റിനേറ്റഡ് എം എന്ന് പറയുന്നത് എസ് ടി എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് എൽ എമ്മിലുണ്ടാവും. കോൺകാറ്റിനേഷൻ ചെയ്യുമ്പോൾ രണ്ട് ലാംഗ്വേജിലുള്ള ഓരോ സ്ട്രിങ്ങിനെ എടുത്തിട്ട് നമ്മൾ കോൺകാറ്റിനേറ്റ് ചെയ്യുക. ഇനി ക്ലീൻ ക്ലോഷർ എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുക സ്റ്റാർ വെച്ചിട്ടാണ്. എൽ എന്ന് പറഞ്ഞ ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ എൽ സ്റ്റാർ. ഇനി അത് അങ്ങനെ പറഞ്ഞാൽ എൽ എന്ന് പറഞ്ഞ ലാംഗ്വേജിൽ വരുന്ന 0 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഒക്കറൻസ് സ്ട്രിങ്സിൻ്റെ 0 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഒക്കറൻസിനെ കാണിക്കുന്നതാണ് എൽ സ്റ്റാർ. അതായത് ലാംഡ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലാംഡയൊക്കെ വരുന്നത് ഈ ക്ലീൻ ക്ലോഷറിലാണ്. നെക്സ്റ്റ് വണ്ണാണ് നൊട്ടേഷൻസ്. നൊട്ടേഷൻസ് എന്ന് പറയുന്നത് രണ്ട് റെഗുലർ എക്സ്പ്രഷൻസ് ഉണ്ട്, ആറും എസ്സും. അതിന് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? എൽ ഓഫ് ആർ ആൻഡ് എൽ ഓഫ് എസ്. ലാംഗ്വേജ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ആ ലാംഗ്വേജിൽ നിന്ന്, എൽ എന്ന് പറഞ്ഞ ലാംഗ്വേജിലുള്ള എക്സ്പ്രഷനാണ് ആർ എന്ന് പറയുന്നത്. അപ്പോൾ എൽ ഓഫ് ആർ, എൽ ഓഫ് എസ്. അതിന് യൂണിയൻ എങ്ങനെയാണെന്ന് വെച്ചാൽ യൂണിയൻ ആർ ബാർ എസ് എന്നാണ് ചെയ്യുക. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്തിനാണ്? എൽ ഓഫ് ആർ യൂണിയൻ എൽ ഓഫ് എസ് എന്നാണ്. കോൺകാറ്റിനേഷൻ വരുമ്പം ആർ എസ് എന്ന് എഴുതും, ബ്രാക്കറ്റിനകത്ത് ആർ ബ്രാക്കറ്റിനകത്ത് എസ്. അതിന് നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത് എന്തിനാണ്? എൽ ഓഫ് ആർ എൽ ഓഫ് എസിനെയാണ്. ഇനി ക്ലീൻ ക്ലോഷർ ആണെന്നുണ്ടെങ്കിൽ ആർ സ്റ്റാർ എന്ന് വരും. എന്തിനാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്? എൽ ഓഫ് ആർ സ്റ്റാർ, അതായത് എൽ ഓഫ് ആർ ഹോൾ സ്റ്റാർ. ഇനി ആർ ഇസ് എ റെഗുലർ എക്സ്പ്രഷൻ ഡിനോട്ടിങ് എൽ ഓഫ് ആർ. ആർ എന്ന് പറയുന്നത് ബ്രാക്കറ്റിനകത്ത് ആർ ഇട്ടാൽ ഒരു റെഗുലർ എക്സ്പ്രഷൻ ആണ്. അതെന്തിനെ ഡിനോട്ട് ചെയ്യും? എൽ ഓഫ് ആർ. ഓക്കെ, പ്രിസിഡൻസ് ആൻഡ് അസോസിയേറ്റിവിറ്റി ആണ് ഞാൻ അടുത്ത് പറയുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ അസോസിയേറ്റിവിറ്റി ആണ് പറയുന്നത്. സ്റ്റാർ, കോൺകാറ്റിനേഷൻ അതായത് ഡോട്ട്, പൈപ്പ് സൈൻ, നേരത്തെ യൂണിയന് ഒരു ബാർ ഇട്ടില്ല, അതാണ് പൈപ്പ് സൈന്. അതൊക്കെ ലെഫ്റ്റ് അസോസിയേറ്റീവ് ആണ്. ലെഫ്റ്റ് അസോസിയേറ്റീവ് ആണ്. ഇനി അതിനകത്ത് സ്റ്റാറിനാണ്, അതായത് ക്ലീൻ ക്ലോഷറിനാണ് ഹയസ്റ്റ് പ്രസിഡൻസ്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹയസ്റ്റ് പ്രസിഡൻസ് വരുന്നത് കോൺകാറ്റിനേഷൻ ആണ്. ആൻഡ് ലോവസ്റ്റ് പ്രസിഡൻസ് ആണ് പൈപ്പ് സൈൻ വരുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് റെഗുലർ എക്സ്പ്രഷനെ റെപ്രസെൻ്റ് ചെയ്യുകയെന്ന് പറയുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യുക എക്സ് എന്ന് പറഞ്ഞത് നമ്മുടെ റെഗുലർ എക്സ്പ്രഷനാണ്. ആണെന്നുണ്ടെങ്കിൽ എക്സ് സ്റ്റാർ എന്ന് പറയുന്നത് 0 ഓർ മോർ ഒക്കറൻസ് ഓഫ് എക്സ്, അതായത് എക്സ് ക്ലീൻ ക്ലോഷർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് ജനറേറ്റ് ചെയ്യുന്നത് ഈ അല്ലെങ്കിൽ ലാംഡ എക്സ് കോമ എക്സ് എക്സ് കോമ എക്സ് 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 അങ്ങനെ പോകും.
ഓക്കെ, അതായത് 0 ഒക്കറൻസ് ആണ് നമ്മൾ ഇ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാംഡ എന്ന് പറയുന്നത്. 0 അല്ലെങ്കിൽ അതിൽ കൂടുതൽ, മോർ ഒക്കറൻസ് എന്ന് പറയും. ഇനി എക്സ് പ്ലസ് എന്ന് പറയുന്നത് 1 or more ഒക്കറൻസ്, അല്ലെങ്കിൽ ഈ ലാംഡ ഉണ്ടാവില്ല, ഒന്നോ അതിൽ കൂടുതലോ ആയിരിക്കും ഒരു എക്സ് എന്ന് പറഞ്ഞ റെഗുലർ എക്സ്പ്രഷൻ്റെ ഒക്കറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ക്യാൻ ജനറേറ്റ് എക്സ്, എക്സ് എക്സ്, അങ്ങനെ പോകും. ഇനി എക്സ് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞാൽ മീൻസ് അറ്റ്മോസ്റ്റ് 1 ഒക്കറൻസ് ഓഫ് എക്സ്, അതായത് ഏറ്റവും കൂടുതൽ അറ്റ്മോസ്റ്റ് ഒക്കറൻസ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം. ഇറ്റ് ക്യാൻ ജനറേറ്റ് ഐദർ എക്സ് ഓർ ലാംഡ. ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് മെഷീനാണ്. സ്റ്റേറ്റ് മെഷീൻ എന്ത് ചെയ്യും? ഒരു സെറ്റ് ഓഫ് സിമ്പിൾസിനെ ഇൻപുട്ടായിട്ട് എടുത്തിട്ട് അതിനെ സ്റ്റേറ്റിൻ്റെ വെച്ചിട്ട് ചേഞ്ചസ് വരുത്തും. ഓരോ സ്റ്റേറ്റിലൂടെ പാസ് ചെയ്തിട്ട് അതിന് ചേഞ്ചസ് വരുത്തും. ഫൈനൈറ്റ് ഓട്ടോമാറ്റ ഈസ് റെക്കഗ്നൈസ് ഫോർ റെഗുലർ എക്സ്പ്രഷൻ. നമ്മളൊരു ഇൻപുട്ട് ഒരു എക്സ്പ്രഷൻ നമ്മൾ ഇൻപുട്ടിൽ കൊടുത്തിട്ട് അതിൻ്റെ ഫൈനൽ സ്റ്റേറ്റിൽ, അതിൽ കുറേ ഫൈനൈറ്റ് ഓട്ടോമാറ്റയിൽ കുറേ സ്റ്റേറ്റ്സ് ഉണ്ടാകും. ആ സ്റ്റേറ്റ്സിലൂടെ പാസ് ചെയ്തിട്ട് ആ ഫൈനൽ സ്റ്റേറ്റിൽ അത് റീച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ആ ഒരു ലാംഗ്വേജിലുള്ളതായിരിക്കും. അപ്പം ഒരു റെഗുലർ എക്സ്പ്രഷന് റെക്കഗ്നൈസർ ആയിട്ടാണ് നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമാറ്റ വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഈ മോഡലിൽ കുറച്ച് കാര്യങ്ങൾ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഒരു 5 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ സ്റ്റേറ്റ്സ് ആണ്, അതായത് ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്. നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമാറ്റയാണ്, അപ്പോൾ ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണുള്ളത്. ഇനി ഒരു ഫൈനൈറ്റ് സെറ്റ് ഓഫ് ഇൻപുട്ട് സിമ്പിൾസ് ഉണ്ടാവും. സ്റ്റേറ്റ്സ് നമ്മൾ ക്യാപിറ്റൽ ക്യൂ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യും, സിമ്പിൾസിനെ നമ്മൾ ക്യാപിറ്റൽ സിഗ്മ വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. ഇനി അതിനകത്ത് ഒരു സ്റ്റാർട്ടിങ് ഇനീഷ്യൽ സ്റ്റേറ്റും ഉണ്ടാവും, അതേപോലെ ഒരു ഫൈനൽ സ്റ്റേറ്റും ഉണ്ടാവും. ഇനീഷ്യൽ സ്റ്റേറ്റിനെ നമ്മൾ Q0 വെച്ച് റെപ്രസെൻ്റ് ചെയ്യും, ഫൈനൽ സ്റ്റേറ്റിനെ നമ്മൾ QF വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. പിന്നുള്ളത് ഒരു ട്രാൻസിഷൻ ഫങ്ഷനാണ്, ലാംഡ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യും, ഡെൽറ്റ വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. ഡെൽറ്റ പറയുന്നത് ക്യൂ എന്ന് പറഞ്ഞാൽ അതായത് സിഗ്മ സെറ്റ് ഓഫ് സിമ്പിൾസ് സിഗ്മ എന്ന് പറയുന്നത് സിമ്പിൾസാണ്. ഈ സിമ്പിൾസിനെ എടുത്തിട്ട് ഒരു സ്റ്റേറ്റിലേക്ക്, അതായത് ക്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് പോകും. ആ സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് ഇത് ട്രാൻസിറ്റ് ചെയ്യും. അതിനെയാണ് ട്രാൻസിഷൻ സിമ്പിൾ വെച്ചിട്ട് ക്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് സിഗ്മ എന്ന് പറഞ്ഞ സിമ്പിൾസിനെ വേറൊരു ക്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസിറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ട്രാൻസിഷൻ സിമ്പിൾ വെച്ചിട്ട് കാണിച്ചത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഫൈനൈറ്റ് ഓട്ടോമാറ്റ കൺസ്ട്രക്ഷൻ ആണ്. എങ്ങനെയാണ് ഒരു ഫൈനൈറ്റ് ഓട്ടോമാറ്റ കൺസ്ട്രക്ട് ചെയ്യാമെന്ന്. അപ്പം L(R) എന്ന് പറയുന്നത് റെഗുലർ ലാംഗ്വേജ് ആണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫൈനൈറ്റ് ഓട്ടോമാറ്റ കൺസ്ട്രക്ട് ചെയ്യണമെന്ന്. ഫസ്റ്റ് അതിനകത്ത് കുറച്ച് സ്റ്റേറ്റ്സ് ഉണ്ടാവും. സ്റ്റേറ്റ്സിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക സർക്കിൾസ് വെച്ചിട്ടാണ്. ആ സർക്കിൾസിൻ്റെ ഉള്ളിൽ സ്റ്റേറ്റിൻ്റെ നെയിം നമ്മൾ എഴുതും. ഇനി രണ്ടാമത്തത് സ്റ്റാർട്ട് സ്റ്റേറ്റിൽ സ്റ്റാർട്ട് സ്റ്റേറ്റിനെയും അതേപോലെ ഫൈനൽ സ്റ്റേറ്റിനെയൊക്കെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണിക്കണം. ഇനീഷ്യൽ സ്റ്റേറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക, സർക്കിൾ ഉണ്ടാവും, അതിലേക്കൊരു ഡയറക്റ്റഡ് ആരോ പോയിൻ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുക. ഉള്ളിൽ നമ്മൾ സ്റ്റേറ്റിൻ്റെ നെയിം എഴുതും. ഇനി ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സർക്കിളായിരിക്കും. അതിലേക്ക് ഒരു ആരോ അതിലേക്ക് പോയിൻ്റ് ചെയ്തിട്ടും ഒരു ആരോ അതിന്ന് പുറത്തേക്ക് പോയിൻ്റ് ചെയ്തിട്ടും ഉണ്ടാവും, വേറൊരു സ്റ്റേറ്റിലേക്ക് പോയിൻ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റിൽ 2 ആരോസ് പോയിൻ്റ് ചെയ്തിരിക്കും. ഇനി ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡബിൾ സർക്കിളിലാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടാവുക. അതിലേക്ക് ഓഡ് നമ്പർ ഓഫ് ആരോസ് പോയിൻ്റ് ചെയ്തിട്ടുണ്ടാവും, ഈവൺ നമ്പർ ഓഫ് ആരോസ് അതിന്ന് പുറത്തേക്ക് പോയിൻ്റ് ചെയ്തിട്ടുണ്ടാവും ഫൈനൽ സ്റ്റേറ്റിൽ നിന്ന്. എപ്പോഴും ഓഡ് നമ്പറിൻ്റെ
ഓഡ് നമ്പേഴ്സ് ആയിരിക്കും കൂടുതൽ. അതായത് നമ്പർ ഓഫ് ഓഡ് ആരോസ് ആർ ഗ്രേറ്റർ ദാൻ ഈവൺ, ആർ 1 ഗ്രേറ്റർ ദാൻ ഈവൺ. എപ്പോഴും ഓഡ് ആരോസിൻ്റെ എണ്ണം 1 കൂടുതലായിരിക്കും, ഈവൺ ആരോസിനേക്കാളും 1 കൂടുതലായിരിക്കും. ഇനി ട്രാൻസിഷൻ എന്ന് പറയുന്നത്, ഈ ട്രാൻസിഷൻ വെച്ചിട്ടാണ് നമ്മുടെ സ്ട്രിങ്സ് മൂവ് ചെയ്യുന്നത്, ഓട്ടോമാറ്റ വെച്ചിട്ട് മൂവ് ചെയ്യുന്നത്. അത് കാണിക്കുന്നത് ഡയറക്റ്റഡ് ആരോ, പോയിൻറ്റഡ് ആരോസ് യൂസ് ചെയ്തിട്ടാണ് ട്രാൻസിഷൻ നമ്മൾ കാണിക്കുക. ഓക്കെ, ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഈ എക്സാമ്പിൾ പറയുന്നത് 3 ഡിജിറ്റ് ബൈനറി വാല്യൂ. ഇതൊരു ഫൈനൈറ്റ് ഓട്ടോമാറ്റൻ്റെ എക്സാമ്പിളാണ്. ഒരു 3 ഡിജിറ്റ് ബൈനറി വാല്യൂ എൻഡ് ചെയ്യുന്നത് എന്തിലായിരിക്കണം? 1-ലായിരിക്കണം. എപ്പോഴും അത് എൻഡ് ചെയ്യുന്നത് 1-ലായിരിക്കണം. ഓക്കെ, അത് റെപ്രസെൻ്റ് ചെയ്തത് സ്റ്റാർട്ട് സിമ്പിൾ ഒരു സ്റ്റാർട്ട് സ്റ്റേറ്റ്, അതായത് ഇനിഷ്യൽ സ്റ്റേറ്റിലേക്ക് നമ്മളൊരു ആരോ പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫൈനൽ സ്റ്റേറ്റിന് നമ്മൾ ഡബിൾ സർക്കിൾ വെച്ചിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഫൈനൈറ്റ് ഓട്ടോമാറ്റ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. വിത്ത് ഔട്ട്പുട്ട് ബേസ്ഡും വിത്തൗട്ട് ഔട്ട്പുട്ട് ബേസ്ഡും. വിത്തൗട്ട് ഔട്ട്പുട്ട് ബേസ്ഡിൽ തന്നെ 2 എണ്ണം വരുന്നുണ്ട്. ഒന്ന് ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റയും സെക്കൻഡ് വൺ നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റയും. അതിൽ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ നമ്മൾ DFA എന്ന് വിളിക്കും. ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഈ ഒരു ഓട്ടോമാറ്റയിൽ ഒരു സ്ട്രിങ് നമ്മൾ പാസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് സിമ്പിൾ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിറ്റർമിനിസ്റ്റിക് ആയിരിക്കും. എവിടേക്ക് അടുത്ത ഒരു സ്റ്റേറ്റ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഈ ഒരു ഓട്ടോമാറ്റയിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് ഏതാണ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതാണ് DFA. M എന്ന് പറയുന്നത് ഒരു DFA ആണെന്നുണ്ടെങ്കിൽ Q എന്ന് പറയുന്നത് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. സിഗ്മ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇൻപുട്ട് സിമ്പിൾസ് ആണ്. ലാംഡ എന്ന് പറയുന്നത് ഡെൽറ്റ എന്ന് പറയുന്നത് ട്രാൻസിഷൻ ആണ്. Q0 എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. F എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റ് ആണ്. ഇനിയൊരു എക്സാമ്പിളാണ് ഡ്രോ എ DFA for the language accepting strings ending with 0-1 over input alphabet sigma equal to 0-1. അതായത് 0-1 നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സ്ട്രിങ് എൻഡ് ചെയ്യാൻ പാടുള്ളൂ. എപ്പോഴും ആ സ്ട്രിങ്ങിൻ്റെ ലാസ്റ്റ് 0-1 വരണം. അപ്പോൾ അതിൻ്റെ റെഗുലർ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും? ഫസ്റ്റ് നമുക്ക് എന്തും വരാം, അതായത് 0 or 1. അപ്പം 0+1 സ്റ്റാർ, അത് വരാണ്ടിരിക്കാം. സ്റ്റാർ ഇട്ടാൽ അത് ഇല്ലാണ്ടിരിക്കാം. സ്റ്റാർ എന്ന് പറഞ്ഞാൽ ക്ലീൻ ക്ലോഷർ. അപ്പം നമുക്കത് 0 ആയി പോവും. 0 or more occurrence അല്ലേ പറയുന്നത്. അപ്പം അത് വരാതിരിക്കാം. ആൻഡ് എന്തായാലും ലാസ്റ്റ് എന്തുണ്ടാവണം? 0-1 ഉണ്ടാവണം. ഫസ്റ്റ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണെന്നുണ്ടെങ്കിലും വരാം. അതിൻ്റെ DFA ആണ് ഈ വരച്ചേക്കണേ. ഫസ്റ്റ് Q0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് 1 എന്ന് പറഞ്ഞത് Q0ലേക്ക് തന്നെ പോകുന്നു, 0 എന്ന് പറഞ്ഞത് Q1ലേക്ക് പോകുന്നു. ഈ സ്റ്റേറ്റിൽ നിന്നൊക്കെ എന്തായാലും എന്ത് ചെയ്യണം? ഇതിലിപ്പോൾ നമുക്ക് 2 ടോക്കൺ അല്ലേ ഉള്ളത്, 2 ആൽഫബറ്റ് സിമ്പിൾസ്, 2 സിമ്പിൾസ്. അപ്പം ആ 2 സിമ്പിൾസും എന്ത് ചെയ്യണം? എല്ലാ സ്റ്റേറ്റിൽ നിന്നും ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പോൾ Q0 എന്ന് 1 Q0ലേക്ക് തന്നെ പോയി, Q0 എന്ന് 0 Q1ലേക്ക്, Q1 എന്ന് 0 Q1ലേക്ക് തന്നെ, Q1 എന്ന് 1 Q2ലേക്ക്, Q2 എന്ന് 0 Q1ലേക്കും 1 Q0ലേക്കും. ഇതിൻ്റെ ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ Q0 ആണ്. ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ Q2 ആണ്. നമുക്കിപ്പം ഇതിനകത്തൊരു എക്സാമ്പിൾ നോക്കാം. 0-0-1, അതായത് Q0 എന്ന് 0 എങ്ങോട്ട് പോകും? Q0 എന്ന് 0
ഓക്കെ, Q0 0 എങ്ങോട്ട് പോകും? Q1 പോകും. ഇവിടുന്ന് അപ്പോൾ 0 ആയി. ദെൻ 0 0 1 ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം അടുത്ത 0 Q1 തന്നെ. Q1 0 Q1 തന്നെ. അപ്പോൾ 0 ദെൻ 1 എന്തായിരുന്നു? 0 0 1. അപ്പോൾ 1 എന്ന് പറയുന്നത് Q2 പോയി. അപ്പോൾ നമ്മുടെ 0 0 1 എന്ന് പറഞ്ഞ് 0 1 ലാസ്റ്റ് വന്നു, എത്തിയത് എവിടെയാണ്? ഫൈനൽ സ്റ്റേറ്റിലാണ്. സോ ഈ ഒരു ഓട്ടോമാറ്റ ചെയ്തു. ഇനി വേണം നെക്സ്റ്റ് എക്സാമ്പിൾസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഇതിനകത്ത് വർക്കാവും. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ഫൈനൈറ്റ് ഓട്ടോമാറ്റയാണ് NFA, നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ. നേരത്തെ നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു സിമ്പലിന് അടുത്ത് ഒരു പോസിബിൾ ട്രാൻസിഷൻ ഉണ്ടാവുള്ളൂ. അതായത് അടുത്തൊരു സ്റ്റേറ്റ് ഏതാണെന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഇനി നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ ആകുമ്പോൾ ഒരു ഇൻപുട്ട് സിമ്പലിന് നമുക്ക് ഒന്നിൽ കൂടുതൽ പോസിബിൾ ട്രാൻസിഷൻ പോസിബിളാണ്. അതാണെന്ത്? നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ എന്ന് പറയുന്നത്. അപ്പം M എന്ന് പറഞ്ഞത് ഒരു നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ ആണെന്നുണ്ടെങ്കിൽ 5 ടപ്പിൾസ് ആണ് ഇതിനുണ്ടാവുക. ഓക്കെ, Q, സിഗ്മ, ഡെൽറ്റ, Q0, F. Q എന്ന് പറയുന്നത് ഫൈനൈറ്റ് സെറ്റ് ഓഫ് നോൺ എംപ്റ്റി സ്റ്റേറ്റ്സ്, നോൺ എംപ്റ്റി ഫൈനൈറ്റ് സ്റ്റേറ്റ്. ആൻഡ് ദെൻ സിഗ്മ എന്ന് പറയുന്നത് ഇൻപുട്ട് സിമ്പിൾസ് ആണ്, ഫൈനൈറ്റ് ഇൻപുട്ട് സിമ്പിൾസ്. ദെൻ ഡെൽറ്റ എന്ന് പറയുന്നത് ട്രാൻസിഷൻ ഫംഗ്ഷൻ ആണ്. ട്രാൻസിഷൻ ഫംഗ്ഷൻ Q ക്രോസ് ലാംഡ യൂണിയൻ സിഗ്മ implies 2⁻Q. Transition delta such that Q cross lambda cross union ബ്രാക്കറ്റിനുള്ളിലാണ്, കേളി ബ്രേസിൻ്റെ ഉള്ളിൽ implies 2⁻Q. അതായത് ലാംഡയോ അല്ലെങ്കിൽ സിമ്പിൾസോ, ലാംഡയും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു സിമ്പിൾസോ Q എന്ന് പറഞ്ഞ സ്റ്റേറ്റിലൂടെ പാസ് ചെയ്തു. ഇനി അടുത്ത് 2⁻Q പോസിബിലിറ്റീസ് എന്തുണ്ട്? ഈ സിമ്പിളിന് പാസ് ചെയ്യാനുണ്ട്, ഈ സിമ്പിൾസിന് ഉണ്ട് ട്രാൻസിഷൻ നടത്താൻ 2⁻Q പോസിബിലിറ്റീസ് കാണുന്നുണ്ട്. അതാണ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഡാറ്റാമെറ്റും ഡിറ്റർമിനിസ്റ്റിക് ഡാറ്റാമെറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഒരു എക്സാമ്പിളാണ്. ഈ എക്സാമ്പിളിൽ നമുക്ക് ട്രാൻസിഷൻ ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാൻസിഷൻ ടേബിൾ നോക്കിയിട്ട് നമ്മളൊരു NFA ഡിസൈൻ ചെയ്താൽ മതി. ഇതിൽ കാണിച്ചത് എന്താണ്? Q0 എന്ന് പറഞ്ഞ വാല്യൂ Q0 പോകുന്നുണ്ട്. 0 എവിടേക്ക് പോകുന്നുണ്ട്? Q1 പോകുന്നുണ്ട്. അതേപോലെ Q0 1 എവിടേക്കാണ് പോകുന്നത്? Q0 Q2 Q0 0 Q0 തന്നെ പോകുന്നുണ്ട്. 0 വേറെ എവിടേക്കാണ് പോകുന്നത്? Q1 പോകുന്നുണ്ട്. ഇതാണ് പറഞ്ഞത് ഒരു സിമ്പലിന് ഒന്നിൽ കൂടുതൽ ട്രാൻസിഷൻ നടത്താൻ പറ്റും. പക്ഷേ നമ്മൾ നേരത്തെ DFA വരച്ചപ്പോൾ ഒരു സിമ്പൽ ഒരു തവണ മാത്രം വരച്ചിട്ടുള്ളായിരുന്നു. ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു സിമ്പലിന് ഒരൊറ്റ സ്ഥലത്തേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് എത്ര സ്റ്റേറ്റിലേക്ക് വേണമെങ്കിലും, അതായത് 2⁻Q പോസിബിലിറ്റീസ് ആണുള്ളത്. സോ Q0 എന്ന് കണ്ടു, Q0 എന്ന് പറഞ്ഞ സിമ്പൽ Q0 തന്നെ പോയിട്ടുണ്ട്, പിന്നെ Q1 പോയിട്ടുണ്ട്. അങ്ങനെ ഈ ട്രാൻസിഷൻ ടേബിൾ നോക്കിയിട്ട് വരയ്ക്കുകയാണ്. Q1 എന്ന് പറയുന്നത് Q1 0 Q3 പോയത്. Q1 1 സിഗ്മ എന്നാണ് കൊടുത്തത്. അപ്പോൾ അവിടെ ട്രാൻസിഷൻ ഇല്ല. Q1 1 ട്രാൻസിഷൻ ഇല്ല. അപ്പോൾ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിലും, ട്രാൻസിഷൻ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ DFAയിൽ എന്താണ്? ട്രാൻസിഷൻ, നമ്മുടെ എല്ലാ സിമ്പിൾസിൻ്റെയും ട്രാൻസിഷൻ കാണിക്കണം. ഇനി Q2 0 എവിടേക്കാണ്? Q2 Q3 പോകുന്നു. Q2 0 Q2 തന്നെ പോകുന്നുണ്ട്, Q3 പോകുന്നുണ്ട്.
ഓക്കെ. പിന്നെ Q2 1 Q3 പോകുന്നുണ്ട്, Q3 ഓക്കെ. അങ്ങനെ ഫുൾ ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഡിസൈൻ എന്ന് പറയുന്നത്. ഇതാണ് ഒരു NFA. ഇതിൽ നമ്മൾ ഒരു സിമ്പിളിന് മൾട്ടിപ്പിൾ ട്രാൻസിഷൻ കാണിക്കാം. അതേപോലെ സിമ്പിൾസിന് ട്രാൻസിഷൻ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ DFAയിൽ അത് പറ്റൂല. എന്തായാലും നമ്മൾ ട്രാൻസിഷൻ കാണിക്കും വേണം, മൾട്ടിപ്പിൾ ട്രാൻസിഷൻ നടക്കൂല. ഇനി നമ്മൾ NFAനെയും DFAനെയും തമ്മിലുള്ള ഡിഫറൻസ് പറയുകയാണ്. ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് NFAൻ്റെയും DFAൻ്റെയും ഫുൾ ഫോം എന്താണ്? ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റയും നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റയും. ഓക്കെ. DFAയിൽ എന്താണ്? ഒരു സിമ്പിളിന്, ഒരു ആൽഫബറ്റിന് ദർ ഇസ് ഓൺലി വൺ സ്റ്റേറ്റ് ട്രാൻസിഷൻ, ഒരൊറ്റ സ്റ്റേറ്റ്സ് ട്രാൻസിഷൻ മാത്രമേ നടക്കുകയുള്ളൂ. NFAയിലോ അത് മൾട്ടിപ്പിൾ ട്രാൻസിഷൻ പോസിബിളാണ്. ദെൻ DFA എന്ന് പറയുന്നത് എംപ്റ്റി സ്ട്രിങ് ട്രാൻസിഷൻ യൂസ് ചെയ്യാൻ പറ്റൂല DFAയിൽ. നേരത്തെ നമ്മൾ സിഗ്മ വെച്ച് NFAയിൽ വരച്ചു, പക്ഷെ DFAയിൽ വരയ്ക്കാൻ പറ്റിയില്ല. ഓക്കെ. DFAയിൽ എംപ്റ്റി സ്ട്രിങ് ട്രാൻസിഷൻ നടക്കും, DFAയിൽ എംപ്റ്റി സ്ട്രിങ് ട്രാൻസിഷൻ നടക്കില്ല, NFAയിൽ എംപ്റ്റി സ്ട്രിങ് ട്രാൻസിഷൻ നടക്കും. DFA എന്ന് പറയുന്നത് ഒരൊറ്റ സിംഗിൾ മെഷീനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. NFA എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ലിറ്റിൽ മെഷീൻസിനെ കമ്പ്യൂട്ട് ചെയ്ത പോലെ ആയിരിക്കും. കുറേ മെഷീൻസ് ഒരു സമയം വർക്ക് ചെയ്യുന്ന പോലെയാണ് NFA വർക്ക് ചെയ്യുക. ഓക്കെ. DFAയിൽ നമ്മൾ അടുത്ത സ്റ്റേറ്റ് എന്താണെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷേ NFAയിൽ അടുത്ത സ്റ്റേറ്റ് ഏതാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ 6th വൺ എന്ന് പറയുന്നത് DFA കൺസ്ട്രക്റ്റ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ബട്ട് NFA എന്ന് പറയുന്നത് ഈസിയറാണ്. കൺസ്ട്രക്റ്റ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു ഇൻപുട്ട് സ്ട്രിങ്ങിനെ എക്സിക്യൂട്ട് ചെയ്യേണ്ട ടൈം DFAയിൽ കുറവായിരിക്കും, NFAയിൽ എക്സിക്യൂഷൻ ടൈം കൂടുതലായിരിക്കും. എല്ലാ DFAയും NFA ആണ്, ബട്ട് എല്ലാ NFAയും DFA അല്ല. DFAയ്ക്ക് കൂടുതൽ സ്പേസ് ആവശ്യമായിട്ട് വരും, NFAയ്ക്ക് കുറച്ച് സ്പേസ് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ബിക്കോസ് നമുക്ക് ആവശ്യമുള്ള സിമ്പിൾസ് മാത്രം നമ്മൾ വരച്ചാൽ മതി. ആവശ്യമില്ല, ആ ട്രാൻസിഷൻ അവിടെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് വരയ്ക്കേണ്ട ആവശ്യമില്ല. ബട്ട് DFAയിൽ നമ്മൾ എല്ലാ ട്രാൻസിഷനും കാണിച്ചിരിക്കണം, എല്ലാ സിമ്പിൾസിനും ട്രാൻസിഷൻ കാണിച്ചിരിക്കണം. ഓക്കെ. ഇനി നമ്മൾ കൺവേർഷൻ NFAന്ന് DFAയിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അതിലൊരു 4 സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ഇനീഷ്യലി Q = 5, അതായത് നമ്മുടെ നമ്പർ ഓഫ് സെറ്റ് ഓഫ് സ്റ്റേറ്റിനെ 5 ആക്കി സെറ്റ് ചെയ്യുക. ആഡ് Q0 to Q. Q0 എന്ന് പറയുന്നത് സ്റ്റാർട്ട് സിമ്പിളാണ്, ഇനീഷ്യൽ സ്റ്റാർട്ട് സ്റ്റേറ്റ് ആണ്. ഇനീഷ്യൽ സ്റ്റേറ്റിനെ നമ്മൾ Qയിലേക്ക് ആഡ് ചെയ്യാം. Third step, for each state in Q, find the possible set of state for each input symbol using transition function of NFA. If this set of states is not in Q, add it to Q. അതായത് ഇനി നമ്മൾ എന്ത് ചെയ്യുക, പോസിബിൾ സെറ്റ് ഓഫ് സ്റ്റേറ്റിനെ നമ്മൾ കണ്ടുപിടിക്കും. ഇൻപുട്ട് സിമ്പിൾസിൻ്റെ പാത്ത് ട്രാൻസിഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ പോസിബിൾ സ്റ്റേറ്റ്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് Qയിലേക്ക് ആഡ് ചെയ്യുക. സെറ്റ് ഓഫ് ക്യാപിറ്റൽ Qയിലേക്ക് ആഡ് ചെയ്യുക. ഫൈനൽ സ്റ്റേറ്റ് ഫോർത്ത് സ്റ്റെപ്പാണ്. ഫൈനൽ സ്റ്റേറ്റ് ഓഫ് DFA വിൽ ബി ഓൾ സ്റ്റേറ്റ് വിത്ത് കണ്ടെയ്ൻ F. അതായത് ലാസ്റ്റ് ഫൈനൽ സ്റ്റേറ്റിൻ്റെ DFAൻ്റെ ഫൈനൽ സ്റ്റേറ്റ് എന്തായിരിക്കണം? എല്ലാ സ്റ്റേറ്റും കണ്ടെയ്ൻ ചെയ്തിരിക്കണം. അതേപോലെ എഫും ഫൈനൽ സ്റ്റേറ്റും NFAയിലെ ഫൈനൽ സ്റ്റേറ്റും കണ്ടെയ്ൻ ചെയ്തിരിക്കണം. ഇങ്ങനൊരു എക്സാമ്പിളാണ്. ഇതൊരു NFA ആണ്. ഈ NFAനെ നമ്മൾ DFAയിലേക്ക് മാറ്റും. അപ്പോൾ ഇതിനകത്ത് തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? നമ്പർ ഓഫ് സെറ്റ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് Q0, Q1, Q2. Q0 ആണ് ഇനീഷ്യൽ സ്റ്റേറ്റ്, Q2 ആണ് ഫൈനൽ സ്റ്റേറ്റ്. സിഗ്മ എന്ന് പറയുന്നത് എയും ബിയും ആണ്. എഫ് എന്ന് പറയുന്നത്, അതായത് ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q2 ആണ്.
ഇനി ഇതാണ് ഇതിൻ്റെ ട്രാൻസിഷൻ ടേബിൾ. സ്റ്റേറ്റ് Q0 എന്ന് Q0യിലും Q1ലേക്കും പോകുന്നുണ്ട്. Q0 ബി Q0ലേക്ക് തന്നെയാണ് പോകുന്നത്. Q1 എ ട്രാൻസിഷൻ ഒന്നുമില്ല. Q1 ബി Q2ലേക്ക് പോകുന്നുണ്ട്. Q2 എക്കും ബിക്കും ട്രാൻസിഷൻ ഇല്ല. ഓക്കെ, ഇനി ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്യൂവിനെ നമ്മൾ 5 ആക്കി സെറ്റ് ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് Q0, അതായത് ഇനിഷ്യൽ സ്റ്റേറ്റിനെ നമ്മൾ ക്യൂവിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇനി ഫോർ ഈച്ച് സ്റ്റേറ്റ് ഇൻ ക്യൂ ഫൈൻഡ് ദ സ്റ്റേറ്റ് ഫോർ ഈച്ച് ഇൻപുട്ട് സിമ്പിൾ കറൻ്റ്ലി സ്റ്റേറ്റ് ഇൻ ക്യൂ ഈസ് Q0. അതിപ്പം ക്യൂവിലുള്ളത് Q0 ആണ്. അപ്പോൾ Q0ൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് നോക്കുക. ഫൈൻഡ് മൂവ്സ് ഫ്രം Q0 ഓൺ ഇൻപുട്ട് സിമ്പിൾ A and B using transition function of NFA and update the transition table of DFA. അതിനി നമ്മൾ എൻ്റെയും ബിൻ്റെയും മൂവ്മെൻറ്റ് നോക്കിയിട്ട് അടുത്തൊരു നമ്മുടെ ട്രാൻസിഷൻ ടേബിൾ അപ്ഡേറ്റ് ചെയ്യാം. അത് ഇതാണ് അപ്ഡേറ്റഡ് ടേബിൾ. നമുക്ക് Q0 എ എന്ന് പറഞ്ഞ സിമ്പിളിൽ നിന്ന് Q0യിലേക്കും Q1ലേക്കും പോകുന്നുണ്ട്. എ എന്ന് പറഞ്ഞ സിമ്പിൾ എടുത്തിട്ട് Q0 ബി എന്ന് പറഞ്ഞ സിമ്പിൾ എടുത്തിട്ട് Q0ലേക്ക് തന്നെ പോകുന്നത്. അപ്പോൾ എ എന്ന് പറഞ്ഞ സിമ്പിൾ എടുത്തിട്ട് ഒരു സ്റ്റേറ്റിൽ Q0ലേക്കും Q1ലേക്കും പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ Q0നെയും Q1നെയും ഒരു സ്റ്റേറ്റാക്കി കൺസിഡർ ചെയ്യാം. നൗ Q0 ആൻഡ് Q1 വിൽ ബി കൺസിഡർഡ് ആസ് എ സിംഗിൾ സ്റ്റേറ്റ് ബിക്കോസ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. Q0 എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് മാത്രമേ നമ്മൾ ക്യൂവിൽ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോഴാണ് നമുക്ക് Q0 Q1 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് കിട്ടിയത്. അപ്പോൾ പുതിയൊരു സ്റ്റേറ്റായിട്ട് നമ്മൾ ക്യൂവിലേക്ക് ആഡ് ചെയ്തു. ക്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ Q0, Q0 Q1 ആണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് Q0നും Q1ൻ്റെയും ട്രാൻസിഷൻ നമ്മൾ ഇതുവരെ DFAയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഇവരെ ട്രാൻസിഷനാണ് നോക്കേണ്ടത്. Q0 Q1 എ എന്ന് പറഞ്ഞ സിമ്പിൾ എടുത്തിട്ട് ട്രാൻസിഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ Q0 എനെ എടുത്തിട്ട് ഒരു ട്രാൻസിഷൻ, അതേപോലെ Q1ൻ്റെ എൻ്റെ ഒരു ട്രാൻസിഷനുണ്ട്. ട്രാൻസിഷൻ ഓഫ് Q0, A ആൻഡ് ട്രാൻസിഷൻ ഓഫ് Q1, A അവിടേക്ക് തന്നെയാണ് Q0, Q1ലേക്ക് തന്നെയാണ്. ആൻഡ് ഇനി അടുത്തത് Q0 Q1 ബീൻ്റെ ട്രാൻസിഷനാണ് കാണിക്കുന്നത്. ഇതിൽ Q0 ബീൻ്റെ ട്രാൻസിഷൻ, Q1 ബീൻ്റെ ട്രാൻസിഷൻ ഇതെവിടേക്കാണ്? Q0, Q2ലേക്കാണ്. ഇവിടെ Q1ൻ്റെ നമുക്ക് Q2 ബീനെ എടുത്തിട്ട് Q2ലേക്ക് പോകുന്നുണ്ട്. അപ്പം ഇവിടെ എന്താണ് Q0 Q2 എന്ന് പറഞ്ഞ പുതിയൊരു സ്റ്റേറ്റ് കിട്ടി. അപ്പോൾ ഇത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. അതായത് Q0 Q1 എനെ എടുക്കുമ്പോൾ നമുക്ക് എ എന്ന് പറഞ്ഞ സിമ്പിളിനെ പാസ് ചെയ്യുന്ന സമയത്ത് Q0 Q1ലേക്ക് തന്നെയാണ് പോകുന്നത്. ബി എന്ന് പറഞ്ഞ സിമ്പിളിനെ എടുക്കുമ്പോൾ Q0 Q2ലേക്കാണ് പോകുന്നത്. അങ്ങനെ പുതിയൊരു ഒരു സ്റ്റേറ്റ് കൂടെ കിട്ടി. ഇതിന് നമ്മൾ Q എന്ന് പറഞ്ഞ സെറ്റിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇപ്പം സെറ്റ് Q എന്ന് പറയുന്നത് അത് ട്രാൻസിഷൻ സ്റ്റേറ്റിൻ്റെ Q എന്ന് പറയുന്നത് Q0, Q1, Q0 Q2 പുതിയൊരു സ്റ്റേറ്റും കൂടെ കിട്ടി. ഇനി നമ്മൾ Q0 Q2ൻ്റെ മൂവ്സ് നമ്മൾ നോക്കിയിട്ടില്ല. അപ്പം നെക്സ്റ്റ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുക. ട്രാൻസിഷൻ ഓഫ് Q0 Q2 എ വെച്ചിട്ട് ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് എ എന്ന് പറഞ്ഞ സിമ്പിൾ എങ്ങോട്ട് പോകണമെന്ന് നോക്കുക. Q0 എയും Q2 എയും. ഓക്കെ, Q0 എ എന്ന് പറഞ്ഞ സ്റ്റേറ്റും Q2 എനെ എടുക്കുമ്പം Q0 എ എടുക്കുന്നത് Q0ലേക്ക് തന്നെയാണ്. Q0 Q1ലേക്കാണ്. Q0 അല്ലെങ്കിൽ Q1ലേക്ക്. പിന്നെ Q2 എനെ എടുക്കുന്നത് Q2 എയിൽ എങ്ങോട്ടും ഇല്ലല്ലോ. Q2 എ എങ്ങോട്ടും ഇല്ല.
Q0 Q0 Q1. അപ്പം പുതിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q0 Q1 തന്നെയായിരിക്കും. ഇനി അടുത്തത് Q0 Q2 എന്ന് ബീനെ. അപ്പോൾ Q0 Q2 എന്ന് ബീനെ നോക്കാം കേട്ടോ ഒന്നുകൂടെ. Q0 Q2 എന്ന് ബീനെ. Q0 എന്ന് ബി, ദെൻ Q2 എന്ന് ബി ഇല്ല, അപ്പം Q0 തന്നെയായിരിക്കും അവിടെ വരും. Q0 തന്നെയായിരിക്കും. ഓക്കെ, Q0 എന്ന് ബീൻ്റെ Q0 Q2 എന്ന് ബീൻ്റെ ട്രാൻസിഷൻ Q0യിലേക്ക് തന്നെയാണ്. ബിക്കോസ് Q2 എന്ന് ബിയിലേക്ക് ട്രാൻസിഷൻ ഇല്ല, Q0 എന്ന് ബിയിലേക്ക് ഒരു ട്രാൻസിഷൻ ഉണ്ട്, Q0യിലേക്ക് തന്നെയാണ് ട്രാൻസിഷൻ. സോ അവിടെ Q0 തന്നെ. അപ്പോൾ നമ്മളത് അപ്ഡേറ്റ് ചെയ്ത ടേബിളാണ് ഇങ്ങനെ. ഓക്കെ, ഇനിയിപ്പം ഇതിൽ നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q0 Q2 ആണ്. ഇനി ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട്, ഈ ഒരു ട്രാൻസിഷൻ ടേബിൾ വെച്ചിട്ട് നമ്മൾ DFA വരയ്ക്കുകയാണ്. നമ്മുടെ പാരാമീറ്റേഴ്സ് എന്താ? Q എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ Q0, പിന്നെ Q0 Q1 എന്ന് പറഞ്ഞ സെക്കൻഡ് സ്റ്റേറ്റ്, Q0 Q2 എന്ന് പറഞ്ഞ തേർഡ് സ്റ്റേറ്റ്, then എയും ബിയും ആണ് സിഗ്മ. ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q0 Q2 ആണ്. ഇനി ഈ ഒരു ട്രാൻസിഷൻ ടേബിൾ വെച്ചിട്ട് നമ്മൾ എന്ത് വരയ്ക്കാം? DFA വരയ്ക്കാം. നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഇത് ചെയ്തില്ലേ, അത് കഴിഞ്ഞിട്ട് നമ്മൾ Q0 Q1 വേറൊരു സ്റ്റേറ്റാക്കി കൺസിഡർ ചെയ്തു. അതൊന്നുകൂടെ പറയാം. Q0 Q1 എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റാണ്. അതിനകത്ത് നമ്മളുടെ ട്രാൻസിഷൻ നമുക്കറിയില്ല, നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് Q0 Q1 എന്ന് നമ്മൾ എ എന്ന് പറഞ്ഞ സിമ്പലിനെ എങ്ങടെ പോകണമെന്ന് നോക്കി. അപ്പോൾ Q0 എന്ന് എനെ എടുക്കണം, Q1 എന്ന് എനെ എടുക്കണം. Q0 എടുക്കുക. Q0 എന്ന് എ എങ്ങടാ? Q0 എന്ന് Q1ലേക്കാണ്. Q1 എന്ന് എ എങ്ങോട്ടാ? എങ്ങോട്ടുമില്ല. അപ്പോൾ സ്റ്റേറ്റ് എന്തായിരിക്കും? Q0 Q1 തന്നെയായിരിക്കും. Q0 Q1. ഇനി Q0 Q1 എന്ന് ബി എങ്ങോട്ടാണ് നോക്കാം. Q0 എന്ന് ബി Q0ലേക്ക് തന്നെയാണ്. Q1 എന്ന് ബി Q2ലേക്ക്. അപ്പോൾ Q0 Q2 എന്ന് പറഞ്ഞിട്ട് Q0 Q2 എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്റ്റേറ്റ്, Q0 Q2 എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്റ്റേറ്റ്. അപ്പോൾ അത് നമ്മൾ എൻ്റർ ചെയ്യാം. ഇനി നമ്മുടെ ഇപ്പോൾ ഇതിനകത്ത് എടുക്കാത്ത സ്റ്റേറ്റ് ഏതാ? Q0 Q2. അപ്പോൾ Q0 Q2നെ നമ്മൾ പുതിയൊരു സ്റ്റേറ്റാക്കി കൺസിഡർ ചെയ്തു. അങ്ങനെ Q0 Q2ൻ്റെ ട്രാൻസിഷൻ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ 2 ആൽഫബറ്റ് വെച്ചിട്ടും സ്റ്റേറ്റ് എങ്ങനെ ട്രാൻസിഷൻ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ Q0 എന്ന് എൻ്റെ ട്രാൻസിഷൻ എങ്ങോട്ടാണ്, Q2 എന്ന് എൻ്റെ ട്രാൻസിഷൻ എങ്ങോട്ടാണെന്ന് നോക്കാം. അപ്പോൾ പോയിട്ട് Q0 എന്ന് എൻ്റെ ട്രാൻസിഷൻ Q0 Q1ലേക്കാണ്. Q2 എന്ന് എൻ്റെ ട്രാൻസിഷൻ ഇല്ല, അപ്പോൾ അവിടെ എന്തായിരിക്കും? Q0 Q1 തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തു Q0 Q1 തന്നെ. ഇനി Q0 Q2 എന്ന് ബീൻ്റെ ട്രാൻസിഷൻ എങ്ങോട്ടാണെന്ന് നോക്കാം. Q0 എന്ന് ബീൻ്റെ ട്രാൻസിഷൻ Q0ലേക്കാണ്. Q2ൻ്റെ ബീൻ്റെ ട്രാൻസിഷൻ എങ്ങോട്ടുമില്ല. അപ്പം നമുക്ക് Q0 മാത്രമേ ഉണ്ടാവുള്ളൂ. Q0 മാത്രം. അങ്ങനെ നമ്മൾ ഈ ഒരു ടേബിൾ അപ്ഡേറ്റ് ചെയ്യാം. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഓക്കെ, എൻ്റെ ടോപ്പിക്സ് ഇത്രേ ഉള്ളൂ. താങ്ക് യു.